കസേരയൊക്കെ പൊളിഞ്ഞിരിക്കുക, പഴഞ്ചനായില്ലേ. അവസാനം ഫണ്ടിങ് നിൽക്കും. ഓഫീസിലിടാനുള്ള കസേരയും മേശയും വാങ്ങാൻ പിന്നെ ആണുങ്ങൾ ഇടപെടേണ്ടി വരും. ഒരു ജനസേവകന്റെ മുറിയിൽ ഒരിക്കലും കേടുവരാത്ത കസേര അയാൾ ഇരിക്കുന്ന കസേര തന്നെയായിരിക്കും. കാരണം ഇരിക്കാനല്ല ഈ മുറിയിലെത്തിയത് എന്ന ബോധ്യം അയാൾക്ക് എന്നും ഉണ്ടാകും. സാറേ, സ്റ്റീഫ, PKR വിയോഗം പാർട്ടിയിൽ നികത്താനാവാത്ത വിടവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ അതിജീവി മാറേണ്ടിയിരിക്കുന്നു. അറിയാലോ, ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് പടർന്നു കയറുന്ന വർഗീയതയുടെ കാട്ടുതീ ഇപ്പോ കേരളത്തിന്റെ കൊട്ടിയമ്പലത്തിലും വന്ന് തട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിനെ എതിർക്കാൻ നമുക്ക് വേണ്ടത് പണമാണ്, പണ്ടമാണ്. ഫണ്ടിങ് ഉണ്ടല്ലോ. മണപ്പാട്ടിൽ അച്ചായന്റെ പാർട്ടി ഫണ്ടിങ് മോണിറ്റർ ചെയ്യാൻ രാംദാസ് സാർ ഏൽപ്പിച്ചിരുന്നത് എന്നെയാണ്. എനിക്കറിയാം, ആവശ്യത്തിനുണ്ട്. അതല്ല, മണപ്പാട്ടിൽ പോലുള്ളൊരു തുക്കട സ്ഥാപനം ഫണ്ട് ചെയ്യേണ്ടതാണോ IUF പോലെ 150 വർഷത്തെ ചരിത്രമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ കേരള ഘടകത്തെ? കാവിപ്പടെ ഫണ്ട് ചെയ്യുന്നത് കൊലക്കൊമ്പന്മാരാ. കാവികളെ തുരത്താൻ ചുവപ്പന്മാരുടെ കൂട്ടുപിടിച്ചാൽ കേരളം നമ്മളോട് ഒരിക്കലും പൊറുക്കുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണപ്പാട്ടിൽ തരുന്നത് പോലെ ഈ പാർട്ടിയെ നടത്തിക്കൊണ്ടുപോകാൻ മാത്രമുള്ള ഫണ്ട് പോരാ. വലിയ രാഷ്ട്രീയ യുദ്ധങ്ങൾ തന്നെ നടത്താൻ കെൽപ്പുള്ള ഫണ്ടിങ്ങാണ് നമുക്ക് ആവശ്യം. മഹാബാലറ്റ് യുദ്ധങ്ങളുടെ കാലമാണ് ഇനി. നേരം ബോബി ഒരു പുതിയ ഫണ്ടറെ കണ്ടെത്തിയിട്ടുണ്ട്. കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അല്പം കണ്ണൊക്കെ ഇറക്കേണ്ടി വരും. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് നമ്മളോട് ഓർക്കേണ്ടത്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. ആരാണ് ഈ പുതിയ ഫണ്ടേഴ്സ്? ഈ ഫാർമാസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ ഉള്ളവരാ. എവിടെ ബേസ് ചെയ്തിരിക്കുന്നത്? അത് ഗോവ, ബോംബെ. പ്രിയ അറിയുന്നുണ്ടോ ഇതിനെ കുറിച്ച്? ഞാൻ അറിഞ്ഞാൽ മതി, പ്രിയ അറിഞ്ഞോളൂ. ഗോവ, ബോംബെ, ഫാർമസ്യൂട്ടിക്കൽസ്, ഡ്രഗ്സ് അല്ലേ? യെസ്, ഡ്രഗ്സ് ആണ്. ബോബി പറഞ്ഞു തീർക്കാനാണ് ഈ ചർച്ച. പറയേണ്ടത് മുഴുവൻ. സ്റ്റീഫ, ഇടങ്ങേറുണ്ടാക്കരുത്. നമ്മൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്നത് എന്തും ബോബി തരും. സ്റ്റീഫൻ ആഗ്രഹിക്കുന്നത് തരാൻ ഇവനാരാ വർമ്മ സാറേ? ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്ന ഒരാളുടെ വാക്ക് കേട്ടിട്ടാണ്, രാംദാസ് സാറിന്റെ. ഇനി ഒരാളുടെ വാക്ക് കേൾക്കുമെങ്കിൽ അതും രാംദാസ് സാറിന്റെ വാക്ക് മാത്രമായിരിക്കും. സ്റ്റീഫ, നിന്റെ സാറ് പോയി, വാക്കും പോയി. ഇനി ഞാനാ. എന്റെ വാക്ക് ആര് തരുന്നു എന്നതല്ല, എത്ര തരുന്നു എന്നത് മാത്രമാണ് ഇപ്പൊ IUFന്റെ പ്രശ്നം. എത്ര തരുന്നു എന്നത് മാത്രമാണ് ഇപ്പൊ IUFന്റെ പ്രശ്നം. വർമ്മ സാറേ, IUF നർക്കോട്ടിക് ഫണ്ടിങ് എടുത്താൽ അതിനെ പിൻപറ്റി കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും. ഇന്ന് ക്യാമ്പസുകളിലും സ്പോർട്സ് അക്കാഡമികളിലും സിനിമാ സെറ്റിലും ഒക്കെ രഹസ്യമായി കൈമാറുന്നത് നാളെ പരസ്യമായ കച്ചവടമാണ്. മാത്രമല്ല, ഈ ഡ്രഗ് കാർട്ടൽസ് ഇവിടെ നിന്ന് കൊയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഡ്രഗ് മണി ഡയറക്റ്റായി ചെന്നെത്തുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന്റെ പോക്കറ്റുകളിലേക്കാണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞു,